ഇവിടെ ഈ പെൺകുട്ടിക്ക് വരുന്ന വിക്കൽ സൗണ്ട് നിർത്താനാവാതെ ടോയ്ലറ്റ് പേപ്പർ എടുത്ത് വായക്കകത്ത് വെച്ചു. എന്നാൽ എത്ര ട്രൈ ചെയ്താലും അത് നിൽക്കുന്നില്ല. ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയി വായ പൊത്തിയിരിക്കുകയാണ്. എന്നാൽ അപ്പോൾ അവളെ കൊണ്ട് തടുക്കാനാവാതെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അത് കേട്ടതും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ക്ലാസ് ശ്രദ്ധിക്കാതെ ഇവളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ വെച്ച് ക്ലാസ് എടുക്കാനാവാതെ ക്ലാസ് ടീച്ചർ പെട്ടെന്ന് പോയി പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പാൾ അവളുടെ അമ്മയെ വിളിച്ചു വരുത്തി ഇവളെ കൊണ്ട് ബാക്കി കുട്ടികൾക്ക് ഒന്നും പഠിക്കാനാവുന്നില്ല, അതുകൊണ്ട് വേറെ സ്കൂൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് TC കൊടുത്തു വിട്ടു. എന്നാൽ ഇത് പുതിയ കാര്യമല്ല. കാരണം ആദ്യം മുതലേ ഈ പ്രശ്നം കൊണ്ട് പല സ്കൂളിൽ നിന്നും പുറത്താക്കിയതാണ്. ഇതുപോലെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അത് സഹിക്കാനാവാതെയാണ് ഈ പെൺകുട്ടി ബാത്റൂമിൽ ഇരുന്ന് കരയുന്നത്. എത്ര പ്രശ്നമുണ്ടെങ്കിലും ഇവളുടെ അമ്മ മാത്രം വിടാതെ അടുത്ത സ്കൂൾ തേടിക്കൊണ്ടിരുന്നു. ഇപ്പൊ വിചാരിച്ച പോലെ തന്നെ പുതിയ സ്കൂളിൽ ചേർത്തി. എന്നാൽ ചേർന്ന ആദ്യ ദിവസം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഈ കുട്ടിയുടെ സൗണ്ട് കേട്ട് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയി തോന്നി. അത് കണ്ട് പ്രിൻസിപ്പാൾ സ്റ്റേജിലേക്ക് വിളിച്ചു. അത് കണ്ടത് അവളുടെ അമ്മ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കിയോ എന്ന് പേടിച്ചു പോയി. എന്നാൽ പ്രിൻസിപ്പാൾ അവളുടെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് അവളുടെ പ്രശ്നങ്ങളും ഫീലിംഗ്സും മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. ആക്ച്വലി ഇവൾക്ക് ടൂററ്റ് സിൻഡ്രോം ഉണ്ട്, അത് അവൾക്ക് വിചാരിച്ചാൽ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് മുതൽ അവിടെയുള്ള എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവസാനം അവളും പഠിച്ച് ആ സ്കൂളിലേക്ക് തന്നെ ഒരു പുതിയ ടീച്ചറായി വന്നു.